ഹായ്, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ഇന്ന് പൂക്കൂട ഒരു പുതിയ ഫ്ലവറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്രോക്കോസ്മിയ ഫ്ലവേഴ്സ്. നമ്മുടെ ഐറിസ് ഫ്ലവേഴ്സിൻ്റെ ജനുസിൽപ്പെട്ടൊരു പൂവാണിത്. ഐറിസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും ഏതായി ഐറിസ് ഫ്ലവർ എന്ന്. നമുക്കാദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. ഐറിസ് ഫ്ലവർ കണ്ടല്ലോ. ഈ ഐറിസ് ഫ്ലവറിൻ്റെ ജനുസിൽപ്പെട്ടതാണ് ഈ ക്രോക്കോസ്മിയ ഫ്ലവേഴ്സ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ക്രേ പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓറഞ്ചും ഗ്രീനും ക്രേ പേപ്പർ മാത്രമാണ്, പിന്നെ യെല്ലോയും. ഈ 3 ക്രേ പേപ്പറുകൾ മാത്രമാണ് മെയിനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്കൂൾ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ മനോഹരമായി പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂവ് തന്നെയാണിത്. നിങ്ങൾ ശ്രമിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കോമ്പറ്റീഷൻ നിങ്ങൾക്ക് വിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് ഈ പൂവ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഈ പൂ ഉണ്ടാക്കുന്നതിന് പ്രധാനമായും നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് യെല്ലോ ക്രേപ്പ് പേപ്പർ, പിന്നെ ഗ്രീൻ ക്രേപ്പ്, ഓറഞ്ച് ക്രേപ്പ്, പിന്നെ കുറച്ച് കമ്പികളും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഒരു ബഞ്ചിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് ഇതുപോലുള്ള ഒരു 4 പൂവെങ്കിലും, മിനിമം 4 അല്ലെങ്കിൽ 5 പൂവെങ്കിലും നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളിത് കണ്ടല്ലോ, ഇതിലാദ്യം കുറച്ച് മൊട്ടും പിന്നെ വലിയ മൊട്ടും പൂക്കളുമാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ഈ പൂക്കളുടെ മധ്യഭാഗത്തായി ചെറിയ നാരുകൾ പോലൊരു ഭാഗം നിങ്ങൾ കണ്ടല്ലോ. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം ഈ പേപ്പറിൻ്റെ അഗ്രഭാഗത്ത് ചെറുതായി ഓറഞ്ച് കളറൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. സ്കെച്ച് പെൻ കൊണ്ട് ഇങ്ങനെ ഓറഞ്ച് കളറ് ഒന്ന് വരുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്യാം ആദ്യം. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ അഗ്രഭാഗം ചെറുതായി ഇങ്ങനെ നാരുകൾ പോലെ മുറിച്ച് കൊടുക്കാം. ചെറിയ ചെറിയ നാരുകളാക്കി നമ്മൾ നേരത്തെ ചെയ്യാറുണ്ട്. ചെറിയ നാരുകൾ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്ത ശേഷം നമുക്കതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഓരോന്നായി ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇനി നാരുകൾ ചെറുതായി ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. നമുക്ക് ഇങ്ങനെ അതിനെ നാരുകൾ പോലെ ഇങ്ങനെ ആക്കിയെടുത്തു. ഇനി ഇത് നമുക്കൊരു കമ്പിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചുറ്റി ഇതിങ്ങനെ വെച്ച ശേഷം നമുക്കിത് ഇങ്ങനെയൊന്ന് ചുറ്റി ഉറപ്പിച്ചെടുക്കാം. നമുക്കിതൊരു നൂല് കൊണ്ടുകൂടി ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. നൂല് കൊണ്ട് കെട്ടുമ്പോൾ ഇങ്ങനെ വിടർന്ന് വരും. ഇങ്ങനെ നൂല് കൊണ്ട് കെട്ടി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒരു 3 ഇഞ്ച് നീളത്തിൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് മുറിച്ചെടുത്തു. ഇങ്ങനെ ഈ മുറിച്ചെടുത്ത പീസ് നമുക്ക് 3 ഇങ്ങനെ 2 മടക്കി വെച്ചുകൊണ്ട് 3 പെറ്റൽസായി കട്ട് ചെയ്യാം. 3 ഈക്വൽ പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1, 2. ഇനി ഇതിനകത്തൂടെ ഇങ്ങനെ മുറിക്കുമ്പോൾ 3 പെറ്റൽസ് ആവും. അപ്പോൾ ആകെ 6 നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഓരോന്നിൻ്റെയും അഗ്രഭാഗം നമുക്ക് കൂർപ്പിച്ച് കൊടുക്കാം. അങ്ങനെ കൂർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സൈഡ് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും കട്ട് ചെയ്യാം. അടുത്തും ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമുക്കത് തിരിച്ച് പിടിച്ചുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരേ സൈഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും പിടിച്ചുകൊണ്ട് ഇങ്ങനെ 6 പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ എടുക്കാം. നമുക്ക് 6 പെറ്റൽസ്, 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 പെറ്റൽസ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് ഈ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം.
ഇതൊന്ന് ഡ്രൈ ആയ ശേഷം നമ്മൾ ഈ ആദ്യം ചെയ്തു വെച്ച ഈ കമ്പി എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്കിട്ട് ഏകദേശം ഇങ്ങനെ ഇടം വരെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് നൂല് കൊണ്ട് കെട്ടി കൊടുക്കാം. ഇതൊരു നൂല് കൊണ്ട് ഇതിലേക്ക് അങ്ങ് കെട്ടി കൊടുക്കാം. അങ്ങനെ അങ്ങ് കെട്ടി ഇങ്ങെടുക്കാം. ഇങ്ങനെ കെട്ടിയ ശേഷം നമുക്ക് ഈ പെറ്റൽസ് നിവരുന്നതിന് വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം. 6 പെറ്റൽസും ഇങ്ങനെ നമുക്ക് വിടർത്തിയെടുക്കാം. ഇനി ഇവിടെ നമുക്ക് പച്ച കളറിലെ കാലിക്സും ഒട്ടിച്ചു കൊടുക്കണം. നമുക്കിതുപോലെ ഒരു ചെറിയ കാലിക്സ് എടുത്ത് അതിൽ കുറച്ച് ഫെവിക്കോൾ പുരട്ടിയ ശേഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നേരത്തെ കെട്ടിയതായിരുന്നു, അത് അതിൽ കിടന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ പൂ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെ 5 പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെ 5 പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു തണ്ടിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാം. 5 പൂ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലെ വിടർത്തി നമുക്ക് വയ്ക്കാം. 5 പൂക്കൾ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിൻ്റെ ഈ മുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഏകദേശം ഒരു 2-2.25 ഇഞ്ചോളം ഉണ്ട്. 2.5 ഇഞ്ചായാലും മതിയാവും. ഇത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് വീതിയിലും ഇങ്ങനെ ഒരു പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് നമുക്കിങ്ങനെ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. പ്ലീറ്റ്സുകൾ പോലെ ഇങ്ങനെ ആദ്യം നമുക്ക് ചുരുട്ടാം. ചുരുട്ടിയെടുത്ത ശേഷം ഇതിൻ്റെ മധ്യഭാഗം നമുക്കിങ്ങനെ ചെറുതാക്കി ചുരുട്ടിയ ശേഷം ഇതൊന്ന് തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വെച്ച് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. ആദ്യം ഇങ്ങനെ ആക്കിയെടുക്കാം. ഒരു കമ്പിയുടെ അറ്റം ഇങ്ങനെ വളച്ചെടുത്ത ശേഷം നമുക്ക് അതിലിച്ചിരി വേസ്റ്റൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. വെറുതെ വേസ്റ്റ് വെച്ചിട്ട് അതിനകത്തൊരു ഇരിക്കുന്നതിന് വേണ്ടി മാത്രം ചെറിയായിട്ട് ഇങ്ങനെ വേസ്റ്റ് വെച്ച് ചുറ്റി കൊടുക്കാം. വെറുതെ വേസ്റ്റൊക്കെ വെച്ച ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചെടുത്ത് ഈ ഒരെണ്ണം ഇങ്ങനെ തുറന്നിട്ട് ഇത് അതിനകത്തേക്ക് വെച്ച് ഇതിനകത്തേക്കും വെച്ച് നമുക്ക് കെട്ടാം. ഒരു മുട്ടിൻ്റെ ഷേപ്പിലേക്കാക്കി നമുക്കിങ്ങനെ നൂല് കൊണ്ടങ്ങ് കെട്ടിയെടുക്കാം. നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ നമുക്കിത് കെട്ടിയെടുക്കാം. ഇനി ഇവിടെ കാണാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് പച്ചയൊക്കെ നമുക്ക് ചുറ്റി കൊടുക്കാം. പച്ച ചുറ്റി കൊടുക്കാം. ഓക്കെ, പച്ച മുട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ നമ്മളിവിടെ 5 മുട്ട് ഉണ്ടാക്കിയെടുത്തു. ഇനി അത് ചെയ്തതുപോലെ തന്നെ ഒരു ഓറഞ്ച് പീസും നമ്മൾ മുറിച്ചെടുത്തു. ഈ മുട്ടുകൾക്ക് വേണ്ടിയാണ്, ഈ ഓറഞ്ച് മുട്ടുകൾക്ക് വേണ്ടിയാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ച് ചുറ്റി കൊടുത്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുതാക്കി നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം. ചുരുട്ടി ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കമ്പിയിൽ ഒരല്പം വേസ്റ്റ് എടുത്ത ശേഷം അതൊരെണ്ണത്തിനകത്ത് വെച്ച് കൊടുത്ത് അത് ആദ്യത്തേത് അടച്ച ശേഷം ഇതുകൊണ്ട് നമുക്കിങ്ങനെ പൊതിഞ്ഞ് അതും ചെറിയൊരു മുട്ടാക്കി എടുക്കാം. ഇങ്ങനൊരു മുട്ടാക്കി എടുത്ത് നമുക്ക് നൂല് കൊണ്ട് അതും ചുറ്റി കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി വരും. അതും നമുക്കൊന്ന് നൂല് കൊണ്ട് കെട്ടി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ നൂല് കൊണ്ട് നമ്മൾ കെട്ടി ഉറപ്പിച്ചെടുക്കും. ഇനി ഇതിലേക്ക് ചെറുതായി ഈ കാലിക്സ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 2-3 കാലിക്സ് കൂടി പശ കൊണ്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ച് ഇതുപോലെ നീറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മളിവിടെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഇതുപോലൊരു കട്ടിയുള്ള കമ്പിയിലേക്ക്, ഒരു തണ്ടിലേക്ക് ഈ പൂക്കളും മുട്ടുകളും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിലെ ചെറിയ ചെറിയ മുട്ടുകൾ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ തണ്ട് അകത്താക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരെണ്ണം ആ സൈഡിൽ
അടുത്തേത് നമുക്ക് കുറച്ചുകൂടെ താഴെ വന്ന ശേഷം ഇവിടെ തന്നെ വെച്ച് കൊടുക്കാം. അടുത്തത് ഈ സൈഡിൽ വയ്ക്കാം. ചെറുതെടുക്കാം. ഇവിടെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ വലിയ മുട്ടുകളായി വെച്ച് കൊടുക്കാം. വിടരാറായത് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് പൂക്കൾ ഓരോന്നായി വെച്ച് കൊടുക്കാം. ആദ്യം ഒരു ചെറിയ പൂവ്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാല്, പൂക്കളും നമ്മളിതിൽ സെറ്റ് ചെയ്തു. ഒരു തണ്ടിൽ തന്നെ 5 പൂക്കളും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്കിതിനെ ഷേപ്പാക്കാം. കുറച്ച് വിടർത്തി വെക്കാം. നമുക്കിഷ്ടമുള്ള പോലെ ഇതിനെ വളച്ചിങ്ങനെ നല്ലൊരു പാത്രത്തിലേക്ക് നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മനോഹരമായി നമ്മളിപ്പോൾ ക്രോക്കോസ്മിയ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതുപോലൊരു ബോട്ടിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ക്രോക്കോസ്മിയ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തതും അറേഞ്ച് ചെയ്ത് വെച്ചതും നിങ്ങൾ കണ്ടല്ലോ. ഇതിലും മനോഹരമായ മറ്റൊരു പൂവുമായി ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബായ്.